യുദ്ധം നീളുമ്പോൾ ഓരോ ആക്രമണവും പുതിയൊരു സന്ദേശമാണ് നൽകുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ അതിർത്തിക്ക് സമീപം മാത്രം ഒതുങ്ങുന്നില്ല. റഷ്യയുടെ ഉള്ളിലുള്ള പ്രധാന സൈനിക റോക്കറ്റ് കേന്ദ്രങ്ങളിലേക്കും യുക്രൈൻ ആക്രമണം വ്യാപിക്കുകയാണ്. അത്തരമൊരു ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ റഷ്യയിൽ നടന്നതായി യുക്രൈൻ അവകാശപ്പെടുന്നത്. റഷ്യയിലെ ഒരു പ്രധാന സൈനിക വ്യോമതാവളത്തിലും റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിലും മിസൈൽ പതിച്ചതായി യുക്രൈൻ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ 2 സ്ഥലങ്ങളിലും വലിയ തീപിടുത്തമുണ്ടായതാണ് വിവരം. റഷ്യയുടെ യുദ്ധശേഷിയെ നേരിട്ട് ബാധിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് യുക്രൈൻ പറയുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നതനുസരിച്ച് റഷ്യൻ അതിർത്തിക്കുള്ളിൽ ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രധാന റോക്കറ്റ് കേന്ദ്രമാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. ഇവിടെ ഫ്ലെമിഗോ എന്ന പേരിലുള്ള ക്രൂസ് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആക്രമണം സാധാരണ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല എന്നാണ് യുക്രൈൻ പറയുന്നത്. റഷ്യയുടെ ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് അവകാശവാദം. റഷ്യ സ്വന്തം ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖല വികസിപ്പിക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങളുമായി ഈ കേന്ദ്രത്തിന് ബന്ധമുണ്ട്. റഷ്യയിലെ നിഷ്നി നോവ്ഗോറോഡ് മേഖലയിലുള്ള ഒരു വ്യോമതാവളത്തിലും പ്രോഗ്രസ് റോക്കറ്റ് ആൻഡ് സ്പേസ് സെന്ററിലുമാണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ ജനറൽ സ്റ്റാഫ് അറിയിച്ചു. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതായും അവർ അവകാശപ്പെടുന്നു. ആക്രമണത്തിന് ശേഷം 2 കേന്ദ്രങ്ങളിലും വലിയ തീ പടർന്നതായാണ് യുക്രൈൻ പുറത്തുവിട്ട വിവരം. എന്നാൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഉടൻ പുറത്തു വന്നിട്ടില്ല. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ ഫലവും കൂടുതൽ വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റഷ്യയുടെ ഉപഗ്രഹ ഇന്റർനെറ്റ് പദ്ധതിയാണ്. ഇന്റർനെറ്റ് സേവന രംഗത്ത് ലോകത്ത് വലിയ മാറ്റം കൊണ്ടുവന്ന പദ്ധതികളിൽ ഒന്നാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക്. യുദ്ധത്തിനിടെ യുക്രൈനിലെ സൈനിക ആശയവിനിമയത്തിനും ഡ്രോൺ പ്രവർത്തനങ്ങൾക്കും സ്റ്റാർലിങ്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപഗ്രഹ ഇന്റർനെറ്റ് യുദ്ധത്തിലും ഒരു പ്രധാന ആയുധമായി മാറിയിട്ടുണ്ട്. റഷ്യയിൽ സ്റ്റാർലിങ്കിന് അനുമതിയില്ല. ആയതിനാൽ സ്വന്തം ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖല ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ. റെസ്വെറ്റ് എന്ന ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് അതിന്റെ ഭാഗമായി വികസിപ്പിക്കുന്നത്. ഈ ശൃംഖലയ്ക്കായി ആവശ്യമായ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന റോക്കറ്റുകൾ നിർമ്മിക്കുന്നതുമായി പ്രോഗ്രസ് റോക്കറ്റ് ആൻഡ് സ്പേസ് സെന്റർ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം ഏറെ ശ്രദ്ധ നേടുന്നത്. ഒരു ഭാഗത്ത് റഷ്യ യുക്രൈനിലെ നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് യുക്രൈൻ റഷ്യയുടെ അതിർത്തിക്കുള്ളിലെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയാണ്. യുദ്ധത്തിന്റെ സ്വഭാവം ഇങ്ങനെ കൂടുതൽ വ്യാപിക്കുകയാണ്. യുക്രൈൻ പറയുന്നത് വളരെ വ്യക്തമാണ്. റഷ്യയുടെ യുദ്ധം തുടരാനുള്ള കഴിവ് കുറയാതെ സമാധാനം സാധ്യമാകില്ല എന്നാണ് അവരുടെ നിലപാട്. ആയതിനാൽ റഷ്യയുടെ സൈനിക ശക്തിയെ നേരിട്ട് ബാധിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ടി വരുന്ന എന്നാണ് സെലൻസ്കി പറയുന്നത്. റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന വ്യോമത്താവളം ആക്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിൽ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ പ്രവർത്തനം തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇത്തരം ആക്രമണങ്ങൾ യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. റഷ്യയുടെ ഉള്ളിലേക്ക് കൂടുതൽ ദൂരം എത്തുന്ന ആക്രമണങ്ങൾ നടത്തുമ്പോൾ റഷ്യയുടെ തിരിച്ചടി ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. ആയതിനാൽ ഓരോ ആക്രമണത്തിനും പിന്നിൽ വലിയ സൈനികവും രാഷ്ട്രീയവുമായ സന്ദേശങ്ങളുമുണ്ട്. 4 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ഇരുവശവും തങ്ങളുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുകയാണ്. ആദ്യം അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു വലിയ പോരാട്ടം. പിന്നീട് ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. യുക്രൈന്റെ ലക്ഷ്യങ്ങളായി മാറിയിരിക്കുകയാണ്. റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മിസൈൽ ആക്രമണമായി മാത്രം കാണാനാകില്ല. റഷ്യയുടെ ഭാവിയിലെ ബഹിരാകാശ പദ്ധതികളെയും സൈനിക സംവിധാനങ്ങളെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തിന് പിന്നാലെ റഷ്യൻ ഭാഗത്ത് വലിയ തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യഥാർത്ഥ നാശനഷ്ടം എത്രയാണെന്നും റഷ്യയുടെ റോക്കറ്റ് പദ്ധതിയെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ വ്യക്തമാകൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് തുടരുമെന്ന സൂചനയാണ് യുക്രൈൻ നൽകുന്നത്. റഷ്യയുടെ യുദ്ധശേഷി കുറയ്ക്കുക, യുക്രൈനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൈനിക സംവിധാനങ്ങളെ തകർക്കുക, അതിലൂടെ സമാധാനത്തിനുള്ള വഴി തുറക്കുക, ഇതാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നാലെ യുക്രൈന്റെ വാദം. പക്ഷേ ഈ ആക്രമണം യുദ്ധം അവസാനിപ്പിക്കുമോ അതോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയുടെ ഉള്ളിലേക്ക് യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ ഈ യുദ്ധത്തിൽ ഏറെ നിർണായകമായേക്കാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.